ഹായ് മക്കളെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ നമുക്ക് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മൾ പഠിച്ച് തുടങ്ങിയിരിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർഷം പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ +1 കാണേണ്ടതുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ വർഷത്തെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ മക്കൾക്ക് എന്താണ് പറഞ്ഞു തന്നുള്ള കാര്യമാണ്. പക്ഷേ എന്താണ് പലരും അപ്പോഴൊന്നും അതൊന്നും കേൾക്കില്ല. കാരണം എന്താണ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് യെസ് ഇനിയിപ്പോൾ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കിക്കൊണ്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന ആളുകളുണ്ടാവും. അപ്പം സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം എന്താണ് മക്കൾക്ക് ഈ +1 കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മക്കൾ അറിഞ്ഞു തുടങ്ങി. അപ്പം ഓക്കെയാണ്. എങ്ങനെയാണ് ഈ വർഷം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ വർഷം മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം മക്കൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. റെഡി? അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നും മക്കള് ഇനി എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം എന്തായിരിക്കും? യെസ്, എൻ്റെ പ്ലാൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് മാർക്ക് ഈ വർഷം ഉണ്ടാവില്ല, കഴിഞ്ഞ വർഷത്തെ പോലെയല്ല എന്നുള്ള കാര്യങ്ങളാണ് മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. റെഡി? അപ്പോൾ എന്താണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോണ്ടേ. യെസ്, അതിന് മക്കൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തീരുമാനം എന്താണ് ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതല്ലേ, നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതല്ലേ അല്ലേ. യെസ്, അപ്പോൾ അതിനാണ് നമ്മുടെ ജ്വാല ബാച്ച് അല്ലെ. നമ്മൾ ബാച്ചിലൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ 2-3 ബാച്ചിന്റെ ഓറിയന്റേഷൻ നമ്മൾ കഴിഞ്ഞതാണ്. കുറേ പേര് ജോയിൻ ചെയ്തതാണ്. അവരൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി? അപ്പം മക്കളോട് പറയണ്ടല്ലോ എന്തെല്ലാമാണ് നമ്മളെ ബാച്ചിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് ആയിട്ട് പറഞ്ഞതാണ്, അല്ലാതെ ഷോർട്സ് ആയിട്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഓറിയന്റേഷനൊക്കെ മക്കൾ വന്നതാണ് അല്ലേ. നമ്മൾ ലൈവ് ക്ലാസ്സസിലൂടെയാണ് മക്കൾക്ക് എല്ലാം തരുന്നത്. പിന്നെ റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ടും കൺസെപ്റ്റ് വീഡിയോസ് ആയിട്ടും എല്ലാം മക്കൾക്ക് നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ PDF നോട്ട്സും ചാപ്റ്റർ വൈസും PYQസും അതുപോലെ തന്നെ എക്സാമുകളായാലും മോഡൽ എക്സാംസ് ആയാലും എല്ലാം മക്കൾക്ക് നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. റെഡി? അറിയുന്ന കാര്യമാണല്ലോ. യെസ്, അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പം നമ്മുടെ ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അതായത് വരുന്ന ദിവസങ്ങളിൽ, അതായത് ജൂൺ 10 ജൂൺ 10 ട്യൂസ്ഡേ, ട്യൂസ്ഡേ നമ്മുടെ ബാച്ചിൻ്റെ അഡ്മിഷൻ ക്ലോസ് ആവുന്ന ദിവസമാണ്. അതായത് നമുക്ക് അന്ന് ട്യൂസ്ഡേ നമ്മൾ ഒരു പുതിയ ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ ബാച്ചിന്റെ ഓറിയന്റേഷൻ ഉണ്ടാവും. ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്, ലാസ്റ്റ് ബാച്ച് ആയിട്ടാണ് ന്യൂ ബാച്ചിന്റെ ഓറിയന്റേഷനും ഉണ്ടാവും അന്ന് തന്നെ. യെസ്, അപ്പം പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ള ബാച്ചുകളിലൊക്കെ അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി മക്കൾക്ക് ജോയിൻ ചെയ്യാനുള്ളത് ഈ ഒരു ബാച്ചിലാണ്, പുതിയ ബാച്ച്. അതായത് നമ്മൾ ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബാച്ച്. കാരണം ഇനി നമ്മൾ വൈകാൻ പാടില്ല. കാരണം നമുക്ക് എത്രത്തോളം പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. 10th എത്ര ഇമ്പോർട്ടൻ്റ് ആണ് +1 +2 എന്നുള്ളത് മക്കൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായുള്ള കാര്യമാണ്. അതും കൊമേഴ്സുകാരാണെങ്കിൽ നമുക്ക് അത്രത്തോളം പഠിച്ചു വരാനുണ്ട്. കാരണം 0-ൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ക്ലാസ്സസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. യൂട്യൂബ് ക്ലാസ്സൊക്കെ മതി, അതിലൊക്കെ ഉള്ളത് ഇത് വെക്കാം എന്നുള്ള തീരുമാനത്തിലൊക്കെ പലരും ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ മക്കൾക്ക് യൂട്യൂബ് ക്ലാസ്സസുകളിൽ മിസ്സാവുന്നു എന്നുള്ളത് മക്കൾ അറിയാതെ പോകുന്ന കാര്യമാണ്. സോ ഇത് മക്കൾ അറിയുക അല്ലെങ്കിൽ തിരിച്ചറിയുക, ഇതിൻ്റെ ഒക്കെ ഒരു കാര്യം എഫക്റ്റ് മക്കൾ തിരിച്ചറിയാൻ മക്കൾക്ക് വരുന്ന റിസൾട്ടിലായിരിക്കും. സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒരു ബാച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് നല്ല തീരുമാനം എടുക്കുക. നമുക്ക് പഠിക്കണം, നല്ല മാർക്ക് നമുക്ക് +1-ലും +2-ലും വേണം. അറിയാലോ, ഓരോ വർഷവും റിസൾട്ട് താഴോട്ടാണ്. അതായത് 10th ഒക്കെ പാസ്സായിട്ട് വരുന്ന എത്ര 82,000 കുട്ടികളാണ് കഴിഞ്ഞ വർഷം +2-ന് തോറ്റിട്ടുള്ളത്. അവർ 10th പാസ്സായിട്ട് വന്ന കുട്ടികളാണ്. എങ്ങനെ +1 +2 തോൽക്കുന്നു ഒന്ന് ചിന്തിച്ച് നോക്കൂ. സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യുക, ഇത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ മക്കളെ എല്ലാം നമ്മുടെ ബാച്ചിലൊക്കെ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് സാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഈ വർഷമൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാം. യെസ്, അപ്പോൾ നമുക്ക് ബാച്ചിലൊക്കെ വീണ്ടും കാണാം. അതുവരെ ബൈ.